ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് 2 പാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി പുഡിംഗ് ഉണ്ടാക്കിയെടുത്താലോ? അതിനായിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ ബീട്രൂട്ടിൻ്റെ പൾപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണേ. അതൊന്ന് ഇളക്കി ഒന്ന് വെന്ത് വരുമ്പോൾ ഏകദേശം ഒരു സ്റ്റിക്കി ഫോം വരുന്ന വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒന്ന് ഒരു ജെല്ല് പോലെ ആവുന്നത് വരെ ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് നന്നായി വേവിച്ചെടുത്തതിന് ശേഷം നമുക്കത് മാറ്റി വെക്കണം. മാറ്റി വെച്ചിട്ട് ഇതേ സെയിം പാനിൽ തന്നെ 1 കപ്പ് പാലെടുക്കണം. ആ 1 കപ്പ് പാലിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ പാൽ ഞാനിവിടെ ഈ ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്ത് കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കി ഒന്ന് മാറ്റി വെക്കണം. അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഈ പാലിലേക്ക് വീണ്ടും ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ. ഇതൊന്ന് ഈ 1 കപ്പ് പാല് തിളച്ച് നന്നായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ തിളക്കണേ. ഇത് ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. തിളയ്ക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പഞ്ചസാര ഇട്ടിട്ടുള്ളതുകൊണ്ട് അടിയിലൊരു പാട പോലെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചേക്കുന്ന കോൺഫ്ലവറിൻ്റെ മിക്സും കൂടെ അതിൽ ചേർത്ത് കൊടുക്കണം. ഇനി പെട്ടെന്ന് തന്നെ ഇത് കട്ടയാവും. അപ്പോൾ അതുകൊണ്ട് വീണ്ടും കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണേ. ഇനി നമ്മുടെ ഈ കുറുകി വരുന്ന മിക്സിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ചേക്കുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പുണ്ടല്ലോ, ആ പൾപ്പിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇത് ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം ഒരു കട്ട പിടിച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഈ പാനിൽ നിന്ന് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കണം. ഞാൻ ഈ പാത്രത്തിൽ ഒഴിച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ എണ്ണ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ എൻ്റെ കയ്യിലൊരു കേക്കിൻ്റെ ടിൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഡ്രീം കേക്ക് വാങ്ങിച്ച പാത്രത്തിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെയാണ് ഞാനത് ആലോചിച്ചത്, അതാകുമ്പോൾ കുറച്ചുകൂടെ വട്ടത്തിൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഞാൻ ഇതിൽ നിന്ന് ഒഴിച്ചതിൽ നിന്ന് അത് വീണ്ടും ഞാൻ എൻ്റെ കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ച് മാറ്റിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാത്രം ഏതാണോ അതിൽ തന്നെ ഒഴിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതെൻ്റെ മൈൻഡൊന്ന് പെട്ടെന്ന് മാറിപ്പോയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനി ഈ പാത്രം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിലും ഇത് സെറ്റാവാൻ വെക്കണം. കൂടുതൽ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ടോപ്പിങ്ങിൽ നമ്മുടെ മാറ്റി വെച്ചേക്കുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് എല്ലായിടത്തേക്കും എത്തുന്ന വിധം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണേ. അപ്പോൾ ഇത് കാണാനും നല്ല ഭംഗിയാണ്, അതേപോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ജ്യൂസൊക്കെ എല്ലാവരും ട്രൈ ചെയ്യാറുണ്ടാവും. അപ്പോൾ പുഡിങ്ങൊക്കെ ഇടയ്ക്കൊക്കെ നോക്കാറുണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.